വാഹനങ്ങളിൽ രൂപമാറ്റം വരുത്താൻ അനുമതി നൽകുന്നത് പരിഗണിക്കുന്നതിനിടെ സർക്കാരിനെ പരിഹസിച്ച് KU ജനീഷ് കുമാർ MLA സീറ്റ് ബെൽറ്റ് ഇടാനും അനുമതിയുണ്ടത്രേ എന്ന ക്യാപ്ഷനോടെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. കാറിലിരുന്ന് സീറ്റ് ബെൽറ്റ് ഇടുന്നതാണ് ചിത്രത്തിലുള്ളത്. ശ്രീരാജ് ബാബു വിവരങ്ങളുമായുണ്ട്. ശ്രീരാജ്, ഈ സർക്കാർ നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പോട് അടുക്കുമ്പോൾ തന്നെ ഈ കാർ അല്ലെങ്കിൽ വാഹന മോഡിഫിക്കേഷൻ എന്നൊരു കാര്യം മുന്നോട്ട് വെച്ചിരുന്നു. ഇത് ജെൻസി അടക്കമുള്ള കുട്ടികളെ വല്ലാതെ സ്വാധീനിക്കുമെന്നൊരു കണക്കുകൂട്ടലിലും എത്തിയിരുന്നു. ഇതിപ്പോൾ പിന്നീട് ഇതിനെന്ത് സംഭവിച്ചു? ഇത് മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് കുറേ ന്യായീകരണങ്ങളൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്. കുറേ വാഗ്ദാനങ്ങളൊക്കെ നൽകിയെടുത്തു നിന്നും മാറ്റം വരുന്നുണ്ട്. അതിനെ കളിയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ KU ജനീഷ് കുമാർ MLA ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എന്താണ് പോസ്റ്റിലുള്ളത്? ലിനിഷ, അതായത് ഈ ഏതെല്ലാം തരത്തിലുള്ള മോഡിഫിക്കേഷൻ ആകും അനുമതി നൽകുക, അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് തങ്ങൾ വരുത്താൻ അനുമതി നൽകുന്ന മോഡിഫിക്കേഷൻ എന്തൊക്കെയാകും എന്ന തരത്തിലുള്ള വിവരങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നിരുന്നു. അതിനെതിരെ സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ട്രോൾ ഉണ്ടാവുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് KU ജനീഷ് കുമാർ MLA കോന്നി MLAയുടെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജുകളിലൂടെ ഇത്തരത്തിൽ സർക്കാരിനെ പരിഹസിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്, സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടത്. അതിൽ അദ്ദേഹം കാറിലിരുന്ന് സീറ്റ് ബെൽറ്റ് ഇടുന്ന ചിത്രമാണ് പങ്കുവച്ചിട്ടുള്ളത്. അതിന് കൊടുത്ത ക്യാപ്ഷനിലാണ് ആ പരിഹാസമുള്ളത്. അദ്ദേഹം പറയുന്നത് സീറ്റ് ബെൽറ്റ് ഇടാനും അനുമതി ഉണ്ടത്രേ, ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു എന്നായിരുന്നു ആ ഫേസ്ബുക്കിൽ അദ്ദേഹം പങ്കുവച്ച ആ ഫോട്ടോയുടെ ക്യാപ്ഷനായി നൽകിയിരിക്കുന്നത്. ട്രോളുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടാകുന്നതും സമാനമായി തന്നെയാണ്. അതായത് സാധാരണഗതിയിൽ ഇപ്പോൾ സാധാരണഗതിയിൽ എല്ലാവരും ചെയ്യാറുള്ള പല കാര്യങ്ങളുമാണ് ഈ മോഡിഫിക്കേഷന്റെ ഭാഗമായി MVD പുറത്തുവിട്ട, അല്ലെങ്കിൽ MVD മോഡിഫിക്കേഷൻ അനുമതി നൽകുന്നതായിട്ട് പുറത്തു വന്ന വിവരങ്ങളിലുള്ളത്. അതുകൊണ്ട് തന്നെ സീറ്റ് ബെൽറ്റ് ഇടുന്നത് ഉൾപ്പെടെ സാധാരണഗതിയിൽ നമ്മൾ വാഹനങ്ങളിൽ പോകുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാറുണ്ട്. അതിനും അനുമതി ഉണ്ടത്ര എന്ന പരിഹാസ രൂപേണയുള്ള ഒരു ചിത്രമാണ് അദ്ദേഹം പങ്കുവച്ചത്. എന്തായാലും ജനീഷ് കുമാർ MLAയുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല സർക്കാരിനെതിരെ ഈ വിഷയത്തിൽ പരിഹാസം ഉണ്ടാകുന്നത്. മറിച്ച് നേരത്തെ ലിനിഷ സൂചിപ്പിച്ചതുപോലെയുള്ള ജെൻസി വോട്ടർമാർ, ജെൻസി ആയിട്ടുള്ള യുവാക്കൾ, സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടുന്ന ആളുകൾ, ഇവരുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ സർക്കാരിന് വലിയ തരത്തിലുള്ള ട്രോൾ അല്ലെങ്കിൽ വിമർശനം, പരിഹാസം എല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. ലിനിഷ, ശരി, നന്ദി ശ്രീരാജ് ബാബു വിവരങ്ങൾക്ക്.